പിന്നെ ഇന്ന് നിങ്ങൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കല്യാണത്തിന്റെ ആദ്യത്തെ ചെലവല്ല, ആദ്യത്തെ ഒരു ഫുഡ് കൊടുക്കുന്നത് ഓൺലൈൻ മീഡിയയാണ്. അപ്പൊ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നിങ്ങളൊക്കെ വിളിക്കുമ്പോ തന്നെ എന്റെ മനസ്സിലുണ്ട് ഒത്തിരി പേര് എന്റെ അമ്മച്ചിയുടെ ആഹാരം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. മെയിനായിട്ട് അമ്മച്ചി വെച്ച കറികള് ഇതെന്താ നിങ്ങൾക്ക് വേണ്ടിയാണ് ഫോട്ടോ വെച്ച് പോയി മേടിച്ചതാണ്. അയില തിളപ്പിച്ചെന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തേക്കാൻ അമ്മച്ചി. ഇത് തന്നെ ഇത് കൊഞ്ചാണ്, വലിയ കൊഞ്ചാണ്. കൂടേണ്ടിയല്ലോ ടീമ് കുറച്ചൊന്ന് കറി ഒന്ന് കയ്യില് ഒന്ന് വെച്ചാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാനും. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടോ സൂപ്പർ. ഇതാണ് ഇത് ഇടിയപ്പൊക്കെ നമ്മള് കടയിൽ നിന്ന് മേടിച്ചതാ. ഇത് വലിയ വലിയ കൊഞ്ചാണ്. വലിയ കൊഞ്ചിന്റെ തലയൊക്കെ കൊടുക്കുമ്പോ നല്ല ആഹാരം കൊടുക്കണം. ലക്ഷ്മി നക്ഷത്രം എന്റെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അയൽക്കറി വെച്ചിട്ട് പോയത് അവർക്കൊക്കെ വളരെ ഇഷ്ടമായി. അപ്പൊ ഈ കഴിക്കാൻ തുടങ്ങണം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കണം. ഒത്തിരി ഞാൻ വെറുതെ പറഞ്ഞല്ലേട്ടാ, അമ്മച്ചിനെ കാണുമ്പോഴും എന്നെ കാണുമ്പോഴും നിങ്ങളുടെ കറി എന്നാണ് കഴിക്കാൻ യോഗം ഉണ്ടാകണമെന്നൊക്കെ. നിങ്ങൾക്കാണ് അതിന്റെ യോഗം ഉണ്ടായിരിക്കണം. അധികം പേര് ഞങ്ങളുടെ കറി ഇങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ കല്യാണത്തിന് വിഭവങ്ങള് കിളമ്പുമ്പോ അമ്മച്ചിയുടെ എന്തെങ്കിലും ഒരു വിഭവം കിളമ്പാൻ അമ്മച്ചി കൊടുക്കുവോ? ഇത്രയും പേർക്ക് അമ്മച്ചിക്ക് ഇത്ര പേർക്ക് അന്ന് നമുക്ക് ഇവിടെ തിരക്കായിരിക്കുമല്ലോ. അമ്മച്ചി അച്ചാറിട്ടാ മതി, അപ്പൊ കൊടുക്കാലോ. കുറച്ചധികം അച്ചാറിട്ടാ അല്ല എന്തെങ്കിലും അമ്മച്ചി എന്താന്ന് പറയാം, ഒത്തിരി പേർക്ക് അമ്മച്ചിക്ക് കഷ്ടപ്പാടാണല്ലോ. ഞങ്ങളെല്ലാരും കൂടി അമ്മച്ചിനെയും കൂടി നേതൃത്വം നൽകി ഒരു അമ്മച്ചിയുടെ ഒരു വിഭവം എന്തായാലും കല്യാണത്തിന് ഉണ്ടാവും. അപ്പൊ എല്ലാരും കഴിക്കാലോ, ഒന്ന ആൾക്കാർക്ക് എല്ലാരും കഴിക്കാം. പിന്നെ ഒത്തിരി പേര് എന്നോട് കല്യാണം വിളിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും അറിയാപ്പല്ലാത്ത ആൾക്കാര്. അപ്പൊ എല്ലാരും ഞാൻ പറയണതാണ്, ഡേറ്റ് ഒക്കെ അറിയിച്ച് ചെയ്യാൻ നേരത്ത് വിളിക്കുന്നതാണ്. ഈ വർഷം അടുത്ത വർഷമാണ് കാരണമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തില് ചേട്ടന്റെ മകൻ പെട്ടെന്ന് മരിച്ചു. ഞങ്ങളെ അപ്പൊ 6 മാസം ജാനുവരി 29 6 മാസം കഴിയുള്ളൂ. അത് പ്രത്യേകിച്ച് പള്ളിയിൽ അച്ഛൻ പറഞ്ഞ് 6 മാസം കഴിയാതെ നമുക്ക് വിവാഹം നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞ വാക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ല.